ഇന്ന് നമുക്ക് ഒരു അപാര ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. എല്ലാവർക്കും സെറീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾ ഈ രീതിക്കല്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുക്കുക. 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു 5-6 ചെറിയ ഉള്ളി ഈ ക്രഷ് ചെയ്യാനുള്ളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക അല്ലെങ്കിൽ 1 ആയാലും മതി. ഇതൊന്നും കൂടിപ്പോവരുത്. ഇത് കൂടിപ്പോയാൽ ഭയങ്കരമായിട്ട് കുത്തൽ വരും. അപ്പോൾ കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഉള്ളി, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ബീഫിലേക്ക് ചേർക്കാനുള്ളതാണ്. ബീഫ് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ട്. നമുക്ക് ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ആ ഉള്ളി, തക്കാളി, പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. ഈ നമ്മൾ ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വലിയ ഉള്ളി ചേർക്കുന്നതിൻ്റെ പകരമായിട്ട് ചെറിയ ഉള്ളി തന്നെ മുഴുവനായിട്ടും ചെറിയ ഉള്ളി തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നത് 1 പച്ചമുളകാണ്. 1 പച്ചമുളക് നമ്മൾ ക്രഷ് ചെയ്തതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടി കുരുമുളകും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. ശ്രദ്ധിക്കുക, 3 ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അത് എടുക്കാൻ വീഡിയോ വിട്ടു പോയിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി കറിവേപ്പിലയും മല്ലിയിലയും നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം, ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മളിത് മൂടി വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. ചട്ടിയിൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാൻ നന്നായിരിക്കും. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉലുവ മതി. ഉലുവ കൂടി പോകണ്ട. ഉലുവ പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഈ എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും ഈ ബീഫിന് നല്ലൊരു സ്വാദും കിട്ടും. പിന്നെ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് വറുത്ത് ഈ വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും കൂടി വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഈ ഫ്ലേവർ നമ്മളെ ബീഫിലേക്ക് മുഴുവനായിട്ട് കിട്ടും. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മലപ്പുറം ഭാഗത്തൊന്നും ഈ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കുന്ന ഒരു പരിപാടിയില്ല. പക്ഷേ ചിലരൊക്കെ അങ്ങനെ ഇപ്പോൾ ചെയ്ത് വരാറുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ട ആയാലും നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ നന്നായിട്ട് പോകുന്ന കോമ്പിനേഷനാണ്. ബീഫ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൊടിച്ചതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് തേങ്ങ വറുത്തതും മല്ലിയില അതുപോലെ കറിവേപ്പിലയൊക്കെ വറുത്ത് മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.